പ്രിയമുള്ളവരെ, വചനം വിശുദ്ധ സുവിശേഷത്തില് 12-ാം അധ്യായം 32-ാം തിരുവചനം ഇങ്ങനെയാണ്: ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നത് എങ്ങനെ? ആരാണ് ഈ മനുഷ്യപുത്രൻ? യേശു അവരോട് പറഞ്ഞു, അല്പസമയത്തേക്ക് കൂടി പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട്. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നത് അറിയുന്നില്ല. നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. പ്രിയമുള്ളവരെ, കുരിശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്തായിരിക്കും? ഈശോയുടെ കുരിശാണോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? പലപ്പോഴും കുരിശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ കുറിച്ചായിരിക്കും. നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ കുരിശുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കുരിശ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളാണ്. പണ്ട് ഈ നവീകരണത്തിലേക്ക് വന്ന കാലഘട്ടത്തില് ഒരു ധ്യാനത്തിന് പോയപ്പോൾ ആ ധ്യാനഗുരു അച്ഛൻ പറഞ്ഞ ഒരു കഥ ഓർക്കുകയാണ്. അച്ഛൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ നാളെ വരുമ്പോൾ നമുക്ക് ഒരു കുരിശിന്റെ പ്രദക്ഷിണമുണ്ട്, അപ്പൊ എല്ലാവരും കുരിശെടുത്തുകൊണ്ട് വരണം, എല്ലാവരുടെയും കയ്യിൽ ഒരു കുരിശുണ്ടാകണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ധ്യാനത്തിന് വരുന്ന എല്ലാവരും ചെറിയ കുരിശൊക്കെ ഉണ്ടാക്കി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരു ചേട്ടനുണ്ട്, ചേച്ചിയെ തോളിൽ വെച്ചുകൊണ്ട് വരുന്നു. നമ്മൾ ഈ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഇതെന്താ ചേട്ടൻ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ കുരിശ് ഇതാണ് അച്ചോ. പ്രിയമുള്ളവരെ, ഈ കുരിശെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ജീവിത പങ്കാളിയും മക്കളും അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരും ഒക്കെ ആയിട്ടാണെങ്കിൽ കർത്താവിന്റെ കുരിശ് രക്ഷയുടെ അടയാളമാണ്. നമ്മൾ ഒരു പഴയ കാലത്തെ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കുരിശ് രക്ഷയുടെ അടയാളമാണ്. ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സുഹൃത്ത് വളരെ വിഷമത്തോടെ ഒരു ദിവസം മൊബൈൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത് ഇപ്രകാരമാണ്, സഹോദരൻ ഒന്ന് വീട്ടിലേക്ക് വരണം, ഒന്ന് അത്യാവശ്യമാണ്, ഒന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അത്ര അത്യാവശ്യം? നാളെ തന്നെ. അപ്പൊ പുള്ളി പറഞ്ഞു, നാളെ തന്നെ വരണം, എനിക്ക് അത്ര കാര്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അവര് കാപ്പിയൊക്കെ തന്നു. ഭാര്യയും ഭർത്താവും 2 മക്കളും ഉണ്ട്. കാപ്പിയൊക്കെ തന്നു. ആ കാപ്പി കുടിക്കുന്നതിനിടയില് ഈ സഹോദരൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞങ്ങളിപ്പോ ഒരാഴ്ചയായിട്ട് വീട്ടിൽ നല്ല വഴക്കാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ്. ഞങ്ങളിങ്ങനെ ഒരു വീട്ടിലിങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ സന്തോഷത്തോടെ ഒന്നും അല്ല ഞങ്ങൾ ജീവിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കിതാണ്, ഈ കുരിശ് എനിക്ക് വേണ്ടായിരുന്നു, ഈ കുരിശ് എനിക്ക് വേണ്ട. ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഭാര്യ കേട്ടോണ്ടിരിക്കുക, ഈ കുരിശ് എനിക്ക് വേണ്ടായിരുന്നു. അപ്പം ഭാര്യയും ഇത് തന്നെയാ പറഞ്ഞത്, ഭാര്യയുടെ അഭിപ്രായം ഇത് തന്നെയാ. അവളും പറഞ്ഞത് ഈ കുരിശ് എനിക്ക് വേണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊരു വചനം നമുക്ക് കേൾക്കാം. ഈ വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. അതായത് വചനം ഇതാണ്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വചനമാണത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ, എന്നെ അനുഗമിക്കട്ടെ എന്നാ പറയുന്നത്.
ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം വായിച്ചു കേട്ട തിരുവചനം ഇതാണ്: ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എന്നിലേക്ക് എല്ലാവരെയും ഞാൻ ആകർഷിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ പിൻചെല്ലണമെങ്കിൽ, കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, കർത്താവിന്റെ കൃപകളും കർത്താവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നമ്മൾ നിറയണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ അനുദിന കുരിശും എടുത്ത് നമ്മൾ പിൻചെന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ കുരിശുകളുണ്ട്. കുരിശുകളില്ലാത്ത ജീവിതമില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കുരിശിന്റെ ജീവിതമാണ്, സഹന ജീവിതമാണ്. ഈ നോമ്പ് കാലത്ത് നാം കുരിശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, കർത്താവിന്റെ തിരുവചനത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ അനുദിന ജീവിതത്തിലെ ഓരോ കുരിശും നമ്മൾ എടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. സങ്കീർത്തന പുസ്തകത്തില് ഒരു തിരുവചനം ഇങ്ങനെയാണല്ലോ, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 34:18 ആ തിരുവചനം ഇങ്ങനെ പറയുന്നത്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പ്രിയമുള്ളവരെ, ഹൃദയം നുറുങ്ങിയത് ആരാ? നമ്മുടെയൊക്കെ അല്ലേ ഹൃദയം നുറുങ്ങിയിരിക്കുന്നത്? നമ്മുടെ അനുദിന ജീവിതത്തിലെ സങ്കടങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം നുറുങ്ങിയിരിക്കുകയല്ലേ? ഇവിടെ തിരുവചനം പറയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെയും ഹൃദയത്തിന്റെ ഉരുക്കവും മനസ്സിന്റെ വേദനയും സങ്കടവും എല്ലാം മാറണമെങ്കിൽ ക്രൂശിതനായ കർത്താവിലേക്ക് നമുക്ക് നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അവിടെ മാത്രമേ യഥാർത്ഥത്തിലുള്ള സമാധാനവും സന്തോഷവും നമുക്കുണ്ടാവുള്ളൂ. വിശുദ്ധ ബൈബിളിലെ 73 പുസ്തകങ്ങളിലൂടെ ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ 73 പുസ്തകങ്ങളിലും എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യമുള്ളൂ: എന്നെ അനുഗമിക്കുക, നിന്റെ കുരിശും എടുത്ത് നീ എൻ്റെ പിന്നാലെ വരിക. പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പേ പോയ വിശുദ്ധാത്മാക്കളുടെ എല്ലാം ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്: അവർ അവർ അനുദിന ജീവിതത്തിലെ കുരിശുകളാണ് അവർ എടുത്തുകൊണ്ടിരുന്നത്. നമുക്കറിയാലോ, ഒരു വിശുദ്ധനുണ്ടല്ലോ, എല്ലാ വൈദികരുടെയും മധ്യസ്ഥൻ, തിരുസഭയിലെ എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി. ഈ വിയാനി പുണ്യവാളന്റെ ജീവിതത്തിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വിയാനി പുണ്യവാളൻ സെമിനാരിയിൽ ചേർന്ന് രോഗങ്ങൾ കാരണവും പഠിക്കാൻ പറ്റാത്തത് കൊണ്ടും അങ്ങനെയൊക്കെ പല പ്രാവശ്യം സെമിനാരിയിൽ നിന്ന് പോകേണ്ടി വന്നു. വീണ്ടും വലിയ ആഗ്രഹത്തോട് ചെന്നു. പട്ടത്തിന്റെ സമയമായപ്പോൾ, എല്ലാവർക്കും പട്ടം കൊടുത്തപ്പോൾ, സെമിനാരിക്കാർ എന്ത് ചെയ്തെന്നറിയാവോ? ഈ വിയാനിയച്ചനെ വിയാനിയെ മാറ്റി നിർത്തി. അപ്പോൾ മെത്രാനച്ചൻ വന്നപ്പോ പറഞ്ഞു, പത്തം കൊടുക്കുന്ന പിള്ളേരെയൊക്കെ പരിചയപ്പെട്ടു, ഒരാളെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് മാറ്റി നിർത്താനുള്ള കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അവന് മരമണ്ടനാണ്. അവന്റെ കൂട്ടുകാരെല്ലാം അവനെ വിളിക്കുന്ന മരമണ്ടൻ എന്നാ. കാരണം എന്താ? ഒരു പരീക്ഷയിൽ പോലും ഇദ്ദേഹം പാസ്സായിട്ടില്ല. ഒന്നും എന്തു പറഞ്ഞു കൊടുത്താലും മനസ്സിൽ നിൽക്കുകയല്ല. അപ്പോ ഈ ബെന്താനച്ചൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ഇവൻ ഒരു ഗുണവും ഇല്ലാത്തവനാണോ? ഇവൻ ഒരു ഗുണവും ഇല്ലേ? ഇവനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറച്ചൻ പറഞ്ഞതാണ്, ഒരു കാര്യം അവൻ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അവന്റെ കയ്യിൽ എപ്പോഴും ഒരു ജപമാല ഉണ്ടാകും. ഈ ജപമാലയും കൊണ്ട് ഇതാ ആ ഗ്രോട്ടോയുടെ മുമ്പിലുള്ള ആ മാതാവിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി എപ്പോഴും ഇവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇവന്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത്. അപ്പൊ മെത്രാനച്ചൻ പറഞ്ഞു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവോ? എന്നാ പിന്നെ വിയാനിക്ക് നമുക്ക് പട്ടം കൊടുക്കാമെന്ന് തീരുമാനമെടുക്കുകയാണ് മെത്രാനച്ചൻ പറയണം. അങ്ങനെ മെത്രാനച്ചന്റെ ശുപാർശയോടുകൂടി അച്ഛനായ വ്യക്തിയാണ് ജോൺ മരിയ വിയാനി. അദ്ദേഹത്തെ ഒരു
ഇടവകയിലേക്ക് പട്ടം കിട്ടി കൊച്ചച്ഛനെ ഒരു ഇടവകയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആ ഇടവകയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കപ്പ്യാര് പോലും പള്ളിയിൽ പോകാത്ത ഇടവക എന്ന് വേണേൽ പറയാം. കാരണം അവിടെ അച്ഛനുമില്ല. അങ്ങനെ വിയാനി അച്ഛൻ അവിടെ ആ ഇടവകയിൽ ചാർജ് എടുക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ പള്ളി മുഴുവൻ പൊടി പിടിച്ച് അങ്ങനെ വളരെ മോശമായ രീതി കിടക്കുകയാണ്. അച്ഛൻ അവിടെ ചെന്നൊരു ചൂലൊക്കെ എടുത്ത് പള്ളിയെല്ലാം അടിച്ച് വൃത്തിയാക്കി മാറാരെല്ലാം തുടച്ച് അങ്ങനെ കപ്പ്യാരെ അന്വേഷിച്ച് കപ്പ്യാരെ വീട്ടിൽ പോയി കപ്പ്യാരെ കണ്ടുപിടിച്ചു. കപ്പ്യാരെ കൊണ്ടുവന്നു. കപ്പ്യാരോട് പറഞ്ഞ്, ഞാൻ ഇവിടുത്തെ പുതിയ വികാരിയച്ഛനാണ്, ഞാന് ഇനി മുതൽ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്കിനി എല്ലാ ദിവസവും രാവിലെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിയാനി പുണ്യാളൻ രാവിലെ കപ്പ്യാര് വന്നു മണിയടിച്ചു. ഒരു ദിവസം നോക്കി ആരും വന്നില്ല, 2 ദിവസം നോക്കി ആരും വന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ പോലും പള്ളി വരുന്നില്ല. ഈ വിയാനിപ്പുണ്യൻ എന്ത് ചെയ്യുന്നറിയാവോ? എല്ലാ വീടുകളിൽ കൂടെയും പോയി ഇവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പുതിയ വികാരിയച്ഛനാണ്, നിങ്ങൾ പള്ളി വരണം. നോക്കിയേ, ഒരു അച്ഛന്റെ കുരിശ് നോക്കിയേ. ഒരച്ഛൻ പുതിയതായിട്ടൊരു പള്ളിയിൽ ചാർജ് എടുത്തിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു ഇടവക്കാരൻ പോലും വരുന്നില്ലാത്ത അവസ്ഥ. അങ്ങനെ എല്ലാ വീടുകളും പോയി വിളിച്ചിട്ടാ, പിന്നെ ആരും വന്നില്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ? ഈ പുണ്യാളൻ ചെയ്ത ഒരു കാര്യം ഇതാണ്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി മുള്ളരിഞ്ഞാണൊക്കെ ധരിച്ച് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇടവക്കാർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ തുടങ്ങി. പ്രിയമുള്ളവരെ, പിന്നീട് അവിടെ ഒരു അത്ഭുതമാണ് നടന്നത്. എന്താണ് അത്ഭുതം എന്നറിയാമോ? ഓരോ ദിവസവും ഇങ്ങനെ പള്ളിയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. 10-12 മണിക്കൂർ ഇരുന്ന് ഈ വിയാനി പുണ്യാളൻ കുമ്പസാരിപ്പിക്കാൻ തുടങ്ങി. ഓരോ കുമ്പസാരത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ പള്ളി നിറച്ചു ആളായി. മറ്റ് അയൽ ഇടവകളിൽ നിന്നൊക്കെ ആൾക്കാര് വെളുപ്പിനൊക്കെ വന്ന് ലോഡ്ജുകളിൽ താമസിച്ച് അച്ഛന്റെ ഒരു പരിശുദ്ധ കുർബാന കൂടുവാനായിട്ട് അങ്ങനെ അവരങ്ങനെ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, തന്റെ ജീവിതത്തിലെ സഹനങ്ങൾ, ഒരു മണ്ടനായിരുന്നിട്ടും ഒരു വിവരവുമില്ലാതിരുന്നിട്ടും എന്താ പറയുന്നത്, ഒരു യോഗ്യതയുമില്ല. നമുക്കറിയാം, ഒരു അച്ഛനാകണമെങ്കിൽ നന്നായിട്ട് പഠനം വേണം, നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയണം. ഇതൊന്നും ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന ഈ വിയാനിയച്ഛൻ അങ്ങനെ ആ ഇടവകയെ മാത്രമല്ല ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനായി മാറി. സഹനപുത്രനാണ്. ഈ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ, പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ, ഈശോയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ആ വലിയ സഹനപുത്രൻ ഇന്ന് നോക്കിയ അൾത്താരകളിൽ വണങ്ങപ്പെടുന്ന വിശുദ്ധനായിട്ട് മാറി. കണ്ടോ പ്രിയമുള്ളവരെ, സഹനത്തെ, കുരിശിനെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുരിശാണ് എനിക്കിനി. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ദൈവം ഒന്നുമില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചു പറയാണ്, അവനൊരു 3 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു ലോണിന് അപേക്ഷിച്ചപ്പോൾ ഇന്ന് അവര് പറഞ്ഞു ലോൺ കിട്ടിയല്ല. അതുകൊണ്ട് അന്നേരം അവൻ എടുത്ത് വായിക്കും, പറയാ ദൈവമൊന്നും ഇല്ല, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? പ്രിയമുള്ളവരെ, കുഞ്ഞു സഹനം വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്നവരാണോ നമ്മള്? കുഞ്ഞു സഹനം വീട്ടിലും നമ്മുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലും നമ്മുടെ മിനിസ്ട്രിയിലും ഒക്കെ കുഞ്ഞു പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും സഹനങ്ങളും കുരിശുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ കർത്താവിനെ തള്ളി പറയും. ചിലര് നേരിട്ട് പറയും, ചിലര് മനസ്സിൽ പറയും, ചിലർ ആ കൂട്ടായ്മ തന്നെ മാറിപ്പോകും. കാരണം എന്താ, വരുന്നവൾ കുരിശായിട്ട് മാറുന്നത് കൊണ്ടാ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ അനുദിന കുരിശുകൾ സന്തോഷത്തോടെ എടുക്കാനുള്ള വലിയ കൃപയാണ് നമുക്ക് ഈ നോമ്പുകാലത്ത് വേണ്ടത്. നമ്മള് കുരിശിന്റെ വഴി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, കുരിശിൽ മരിച്ചവനെ മിഴിനീരൊഴുക്കി അങ്ങ് നിന്റെ പിറകെ ഞങ്ങൾ വരുന്നു. പ്രിയമുള്ളവരെ, പാട്ട് പാടാനൊക്കെ നമ്മൾക്ക് പാട്ട് പാടാൻ എന്നാൽ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു സങ്കടങ്ങളും കുരിശുകളും തമ്പുരാനോട് ചേർന്ന് ഏറ്റെടുക്കാനുള്ള വലിയൊരു കൃപ, പരിശുദ്ധാത്മ നിറവാണ് നമുക്ക് വേണ്ടത്. അത് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലത്തെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരു ഈശോയുടെ യഥാർത്ഥ പടയാളിയായിട്ട് മാറാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച പാടുന്ന
ഒരു പാട്ടുണ്ടല്ലോ, ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. പ്രിയമുള്ളവരെ, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഈ ലോകത്തിലേക്ക് ഈശോ വന്നിട്ട് ഈശോ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല, ഒരാളെ പോലും ദ്രോഹിച്ചിട്ടില്ല. കുഴിയിൽ കിടക്കുന്നവനെ കുഴിയിൽ നിന്ന് പൊന്തിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ ദൈവസ്നേഹമില്ലാതെ ജീവിച്ചവർക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുകയാണ് ചെയ്തത്. അനേകം ബന്ധനങ്ങളിൽ കഴിഞ്ഞിരുന്നവരെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ചെയ്തത്. അനേകം രോഗികളെ സുഖപ്പെടുത്തുകയാണ് ചെയ്തത്. നല്ല നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു, 10 കൽപ്പന അനുസരിക്കേണ്ട, നിങ്ങൾ ഒറ്റ കൽപ്പന അനുസരിച്ചാൽ മതിയെന്ന് ആ 10 കൽപ്പനയെ ഒറ്റ കൽപ്പനയാക്കി ചുരുക്കി നമുക്ക് ആ ഒരു കൽപ്പന മാത്രം നീ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 തിരുവനന്തപുരത്തോട് പറഞ്ഞു, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കാൻ പറഞ്ഞ ഈശോ, ആ ഈശോ നോക്കിക്ക് ഒരു തെറ്റും ചെയ്യാതെ കുരിശെടുത്തുകൊണ്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് ആ കുരിശുമരം ഏറ്റെടുത്തു. പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ മക്കളല്ലേ നമ്മള്. നമുക്കും അതുകൊണ്ട് ഈ കുരിശിനെ നമുക്ക് സ്നേഹിക്കാം. കുരിശിനെ സ്നേഹിച്ച ഒരു വ്യക്തി പോലും ഇതുവരെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. കുരിശിനെ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ ജീവിതം പോലും ഇതുവരെ തകർന്നു പോയിട്ടില്ല. കുരിശിനെ സ്നേഹിച്ച ഒരു വ്യക്തി പോലും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടവനാ, നമുക്ക് വേണ്ടി പരാജയപ്പെട്ടവനാ നമ്മുടെ ഈശോ, നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനാ ഈശോ. എന്തിനാ കർത്താവ് കാലിത്തൊഴുത്തിൽ പിറന്നത്? എന്തിനാ കർത്താവ് കുരിശിൽ മരിച്ചത്? എന്തിനാ കർത്താവ് ഈ 2 കള്ളന്മാരുടെ മധ്യേ തൂങ്ങി നിന്നത്? എന്തിനാ കർത്താവ് മുൾമുടി ചൂടിയത്? എന്തിനാ കർത്താവ് ഈ വിനാഗിരി കുടിച്ചത്? എന്തിനാ കർത്താവ് ചാട്ടവാറടിയേറ്റത്? എന്തിനാ കർത്താവ് ക്രൂശിതനായത്? പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടിയാ, നമുക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകൾ സന്തോഷത്തോടെ സഹിക്കാനുള്ള വലിയ കൃപയാണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് കർത്താവ് പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ തരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ സഹിക്കണമെങ്കിൽ കുരിശ് തന്നിട്ട് പോവുക മാത്രമല്ല കർത്താവ് ചെയ്തത്. എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കുരിശ് തന്നിട്ട് പോവുകയല്ല, കുരിശ് വഹിക്കാൻ നമ്മളെ സഹായിക്കാൻ നല്ല ഒരു സഹായകനെ അവിടുന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. അതല്ലേ നമ്മുടെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എല്ലാം നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായിട്ട് മാറുക. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലത്ത് ഈശോയുടെ കുരിശ് ചുമക്കുവാൻ ഈശോ തന്നെ നമുക്ക് സഹായിയായി തന്ന ആ പരിശുദ്ധാത്മാവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഈ കുരിശിന്റെ വഴി ചൊല്ലുമ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോഴും ഒക്കെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് നമുക്ക് കുരിശ് വഹിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്കുക, ഞാൻ എൻ്റെ കുഞ്ഞുനാളില് എനിക്ക് ഈ പള്ളിയിൽ പോകാനോ അതുപോലെ പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനായിട്ട് ഞാൻ അങ്ങനെ തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയമുള്ളവരെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, പോയി ഒരു ധ്യാനം കൂടിയാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ധ്യാനത്തെ കുറിച്ചൊക്കെ എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ധ്യാനം കൂടാൻ പോവുകയാണ്. ധ്യാനം കൂടാൻ പോകുമ്പോൾ പോലും ഞാൻ പല ദുശീലങ്ങൾക്കും അടിമയായ വ്യക്തിയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ പോലും ആർക്കോ വേണ്ടി, ആ സുഹൃത്തിന് വേണ്ടി എന്ന പോലെ ഞാൻ പോകുന്നത്. ഞാനും ഭാര്യയും എൻ്റെ 2 മക്കളും കൂടിയാണ് പോകുന്നത്. അങ്ങനെ ധ്യാനത്തിന്റെ
ധ്യാനത്തിന്റെ മൂന്നാമത്തെ ദിവസം ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് ഇങ്ങനെ അച്ഛൻ വിളിച്ചു പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ആരാധന നയിക്കുന്ന സമയത്ത്, പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു ദിവ്യമായ പ്രകാശം എന്നിലേക്ക് കടന്നു വരുന്നത് ഞാൻ കാണുക. ഞാന് ധ്യാനകാളിന്റെ ഏറ്റവും പുറകിലിരുന്ന് ഇങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. ധ്യാനം കൂടുന്നുണ്ടെങ്കിലും ഞാനിതൊക്കെ ഒരു വിമർശന ബുദ്ധിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പറയും, ഇങ്ങനെ പ്രാർത്ഥിക്കും, വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ സമയത്താണ് ഈ ദിവ്യമായ ഒരു പ്രകാശം എന്നിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ആ പ്രകാശം എന്നിലേക്ക് കടന്നു വന്നു. ആ സെക്കൻഡിൽ തന്നെ ഞാന് അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങനെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേക്ഷിതരായിട്ടുള്ള മക്കൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് കരയാൻ പറ്റിയല്ല, കാരണം അത്ര ആൾക്കാരെ ധ്യാനിക്കുന്നവർക്കൊക്കെ ശല്യമാകല. ഞാൻ അങ്ങനെ വലിയ വായിലൊന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കരയുന്ന സമയത്ത് അവരെന്നെ പിടിച്ച് ധ്യാനകാളിന്റെ ഏറ്റവും പുറകിൽ ഒരു മൂലയ്ക്ക് കൊണ്ട് ഇരുത്തിട്ട് പറഞ്ഞു, അവിടെ ഇരുന്ന് കരഞ്ഞോളാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞു. ഞാൻ പൊട്ടി കരയുമ്പോൾ ഞാൻ ഈശോയെ വേദനിപ്പിച്ചത് ഞാൻ ഓർക്കുക. ദുഃഖ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാതിരുന്നതിനെ കുറിച്ച് ഓർക്കുകയാണ്. നോമ്പുകാലത്ത് നോമ്പെടുക്കാതിരുന്നതിനെ കുറിച്ചും ഞായറാഴ്ചകൾ കുർബാന മുടക്കിയതിനെ കുറിച്ചും വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്തതിനെ കുറിച്ചും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ചും ഒക്കെ ഓർത്ത് ഈശോയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കുരിശിന്റെ രൂപം എന്റെ മുന്നിലേക്ക് തെളിഞ്ഞു വരിക. കുരിശിൽ കിടക്കുന്ന ഈശോ, ആ ഈശോ എന്നോട് പറയുകയാണ്, മകനെ, നിന്റെ പാപങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചു, നീ പോയി ഉടനെ പോയിട്ടൊന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ പോയി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കുമ്പസാരിച്ചപ്പോൾ എത്ര വർഷങ്ങൾ കൂടിയുള്ള ഒരു കുമ്പസാരമായിരുന്നു. ആ കുമ്പസാരത്തിന് ശേഷം ഒരു കൗൺസിലിംഗ് ചെന്നപ്പോൾ കൗൺസിലിംഗ് നടത്തിയ ബ്രദർ പറയുകയാണ്, ജോഷിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ജോഷിയെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു, അനേകരുടെ മുമ്പിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നു, കൗൺസിലിംഗ് കൊടുക്കുന്നു, അനേകം മക്കളുടെ മുമ്പിലിരുന്ന് പ്രസംഗിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ പറയുക. ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല, കാരണം ഞാൻ പള്ളിയിൽ പോലും പോകാത്ത വ്യക്തിയാണ്. അന്നേരം അദ്ദേഹം പറയാണ്, ഇനി മുതൽ പരിശുദ്ധ കുർബാന മുടങ്ങാതെ കാണാനുള്ള അനുഗ്രഹവും ഈശോ ജോഷിക്ക് തരുന്നു. പ്രിയമുള്ളവരെ, അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പൊ ഏതാണ്ട് 27 വർഷത്തോളമായി ഈശോയോട് കൂടെ ജീവിക്കുവാനും ഈശോയുടെ പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കാനും ഈശോയുടെ കുരിശിനെ പിൻചുറ്റി ജീവിക്കാനുമുള്ള വലിയ അനുഗ്രഹം നൽകുന്നത്. എൻ്റെ കഴുത്തിൽ ഇപ്പോഴും ഒരു കുരിശ് കിടപ്പുണ്ട്. ആ ജപമാലയിലെ കുരിശ്. വിശുദ്ധ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ എൻ്റെ കുരിശിനെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ കാരണം എന്നറിയാവോ? ആ കുരിശ് എപ്പോഴും എൻ്റെ ചങ്കോട് ചേർന്ന് കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ജപമാല ധരിക്കുമ്പോൾ നമ്മുടെ കുരിശോട് നമ്മുടെ ചങ്കോട് ചേർന്ന കുരിശ് കിടക്കുന്നത്. ആ കുരിശിൽ ഈശോയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ ചേർത്ത് പിടിക്കുന്ന കർത്താവ് ഒരിക്കലും നമ്മളെ തള്ളിക്കളയല. അവിടുത്തെ തിരുവചനം പറഞ്ഞില്ലേ, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ മനുഷ്യരെ മുഴുവൻ ഞാൻ എന്നിലേക്ക് ആകർഷിക്കും. പ്രിയമുള്ളവർ, ഇന്ന് അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന അനേകം മക്കളെ കർത്താവ് തിരഞ്ഞെടുത്തു. അവരല്ലേ നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അനേകം മക്കളുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അനേകം മക്കൾക്ക് വേണ്ടി ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുന്നു, അനേകം മക്കൾക്ക് വേണ്ടി മക്കളുള്ള കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈശോ ഇതുപോലെ അനേകം മിഷണറിമാര് ഈ ലോകമെങ്ങും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഈശോയുടെ സ്വപ്നം എന്താണ്? ഈശോയുടെ സ്വപ്നം മുഴുവൻ മനുഷ്യരെയും കുരിശിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി കർത്താവിനോട് ചേർന്ന് നിന്നാൽ മതി. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ഈ കുരിശിൽ തൂങ്ങി മരിച്ച ഈശോയ. നമ്മെ ചേർത്ത് നിർത്തുന്നത് നമ്മുടെ കർത്താവാ. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രിയമുള്ളവരെ, വിളവധികം വേലക്കാരെ ചുരുക്കം, അതിനാൽ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ നാഥൻ നമ്മളെ ഓരോരുത്തരും വിളിക്കുക. നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശും എടുത്തുകൊണ്ട്
കുരിശെടുക്കാതെ ഒറ്റയ്ക്ക് പോയാൽ ഒന്നും നടക്കുകയല്ല കേട്ടോ പ്രിയമുള്ളവരെ. നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച്, നമ്മുടെ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ച്, നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച്, നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച്, നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെല്ലാം എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് കർത്താവിന്റെ പിന്നാലെ പതുക്കെ പതുക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ കരം പിടിക്കാൻ നമ്മുടെ കർത്താവുണ്ട്. അതുകൊണ്ടല്ലേ യെശയ്യാ പ്രവാചന പുസ്തകം 43-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ അവിടെ ഇതല്ലേ പറയുന്നത്, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കുരിശിനെ കുറിച്ച് തന്നെയാ പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുരിശുകളും എടുക്കാൻ നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മുടെ കർത്താവുണ്ട്, കർത്താവിന്റെ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ കുരിശിനെ വിശ്വസിക്കാം. ഈ കുരിശിന്റെ വഴിയിലൂടെ നമുക്ക് പോകുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.